കുടുംബത്തെ തകർക്കണം, അവരെ ചെതറിക്കണം. ഇങ്ങനെ എനിക്ക് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ അവരെ കാണുന്നത് എനിക്ക് പ്രയാസമാണ്. അവർ ഭൂമിയിൽ നിലനിൽക്കാൻ പാടില്ല. ഇത് പിശാച് അവരുടെ ഹൃദയത്തിനകത്തോട് ഈ ചിന്ത അങ്ങോട്ട് കൊടുത്തു. അവർ ചിന്തിച്ച് അവർ നേരെ ചെന്ന് ഈ ഒരു പ്രത്യേക കോവൻ എന്ന് പറയും, അതായത് ഈ സാത്താനെ ആരാധിക്കുന്ന ഇങ്ങനെയുള്ള വിച്ചസ് താമസിക്കുന്ന അവരുടെ ഒരു മഠം പോലെ കോവൻ, അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ എത്ര രൂപ വേണേലും തരാം, എൻ്റെ സഹോദരനെ കുടുംബത്തെയും നശിപ്പിച്ച് കിട്ടണം. ഓരോ പ്രോജക്റ്റ് അവർ പറഞ്ഞു, ഇന്നിന്ന കാര്യങ്ങൾ സംഭവിക്കണം. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവർ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് സഭയ്ക്കകത്ത്. ഒരു കർത്താവിന് വേണ്ടി ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ. ഇതൊന്നും എനിക്ക് സംഭവിച്ചിട്ടില്ല, എനിക്കിത് പറ്റത്തില്ല, അതുകൊണ്ട് എനിക്ക് കഴിയാത്തത് കൊണ്ട് അവർ ചെയ്യണ്ട, നീ കാണാൻ ബുദ്ധിമുട്ടാണ്. ഇത് നോക്കിയിരിക്കുകയാണ് അവിടെ. സ്തോത്രം. അവർക്ക് സന്തോഷമായി. ഒരു ചർച്ച പൊളിക്കാൻ ഏറ്റവും കിട്ടിയ ഒരവസരം, അതിനകത്ത് തന്നെ ഒരു പ്രതിയെ കിട്ടിയിരിക്കുകയല്ലേ. അവർ പറഞ്ഞു, ഓക്കെ, ഈ രൂത്തിൻ്റെ കയ്യിലേക്ക് മുമ്പേ പറഞ്ഞ വിച്ചിൻ്റെ കയ്യിലോട്ട് ഈ അസൈൻമെൻറ്റ് കൊടുത്തു. അവരിരുന്നുകൊണ്ട് ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഇടയായി. ഒരു ചോദിച്ചു, ഇനി എന്തോ ചെയ്യാൻ പറ്റും, ഇവരുടെ വീട്ടിനകത്ത് എങ്ങനെ പിശാചിന് കയറാൻ പറ്റും, എല്ലാം പഠിക്കാൻ തുടങ്ങി. ഒരു രക്ഷയില്ല, ഒരു രീതിയിലും കയറാൻ പറ്റത്തില്ല. അപ്പോൾ അവർ കണ്ടുപിടിച്ചു, ഓക്കെ, ക്രിസ്മസ് അടുത്ത് വരിക, ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കുക. സാത്താൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കുക. അപ്പം നീ സഹോദരിയാ, നിന്നെ സംശയവുമില്ല, അതുകൊണ്ട് നീ ചെന്നിട്ട് ഏറ്റവും ഒരു നല്ല ബ്ലാങ്കറ്റ്, ഒരു ബെഡ് കവർ വാങ്ങിക്കണം. ബെഡിൽ വിരിക്കുന്ന ഒരു നല്ല ബ്ലാങ്കറ്റ് നീ വാങ്ങിക്കണം. വിലയുള്ള സാധനം വേണം, അത് കണ്ടു കഴിഞ്ഞാൽ കൊതിക്കണം, അവർക്ക് ഇഷ്ടമുള്ള കളർ വേണം. ഇതെല്ലാം നിൻ്റെ കാര്യമാണ്. അവർ ചെന്ന് ആ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല, അവർക്ക് ഏറ്റവും അഫോർഡബിളായിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഏറ്റവും നല്ല ഒരു ബ്ലാങ്കറ്റ് വാങ്ങിച്ചു. അത് കൊണ്ടുവന്നിട്ട് ഈ കോവനിലേക്ക് കൊണ്ട് കൊടുത്തു, ഈ സാത്താൻ്റെ മഠത്തിൽ കൊണ്ട് കൊടുത്തു. അവർ ചെയ്ത പരിപാടി, രാത്രിയിൽ ഇതിനെ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്തതിന് വിരിച്ചങ്ങോട്ടിരുന്നിട്ട് 7 വിച്ചസ്, 7 മന്ത്രവാദിനികൾ വട്ടത്തിലിരുന്ന്. നമുക്കല്ലേ ഒരു രാത്രി ഹോൾ നൈറ്റ് ഇരിക്കുമ്പോൾ പ്രയാസമുണ്ട്, അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. രാത്രി 11 മണി മുതൽ രാവിലെ 6 മണി വരെ ഒരുപോലെ മന്ത്രം ചെയ്തു, ഷാൻറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് സ്പെൽ ചെയ്ത് ഇതിലേക്ക് ഓരോ സ്പിരിറ്റുകളെ, അതിൻ്റെ ശക്തികളെ അങ്ങോട്ട് ആവാഹിക്കുക, അതിനകത്തോട്ട് വിടുക. എന്നിട്ട് അതിനകത്തോട്ട് സ്പ്രെഡ് ചെയ്ത് കൈകൊണ്ട് വിരലുകൊണ്ട് ഇതിനകത്ത് വരച്ച് അതിനകത്തോട്ട് ഈ ആത്മാവിനെ, ഓരോ ആത്മാക്കളെ അങ്ങോട്ട്, സ്പിരിറ്റ് ഓഫ് കൺഫ്യൂഷൻ, ഡിസ്ട്രക്ഷൻ, ഇങ്ങനെ ഓരോ ആത്മാക്കളുടെ പേര് പറഞ്ഞിട്ട് അതിനെ അങ്ങോട്ട് കയറ്റിവിട്ടു. 7 വട്ടത്തിയിരിക്കുക. എന്നിട്ട് ഇതിനെല്ലാം വളരെ മനോഹരമായിട്ട് നല്ലവണ്ണം പാക്ക് ചെയ്തിട്ട് അവർക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. നല്ലവണ്ണം പാക്ക് ചെയ്യണം, സംശയം തോന്നരുത്, നല്ല ക്രിസ്മസ് ഗിഫ്റ്റാണ്, അങ്ങനെ തന്നെ കൊണ്ട് കൊടുത്തേക്കാൻ പറഞ്ഞു. അടുത്ത ദിവസം തന്നെ എല്ലാം നല്ലവണ്ണം പാക്ക് ചെയ്തു. ഈ സഹോദരി തൻ്റെ സഹോദരൻ്റെ മൈക്കിളിനെ കാണാനായിട്ട് ചെന്നു. നോക്കി കഴിഞ്ഞപ്പോൾ വലിയൊരു പാക്കറ്റൊക്കെ ഉണ്ട് കയ്യിൽ. പാക്കറ്റ് ഇതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പം അവർ സന്തോഷം കൊണ്ട് അവർ കരഞ്ഞുപോയി. അയ്യോ, എൻ്റെ ആൻറ്റി ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ ആ സഹോദരിയും കുഞ്ഞുങ്ങളും ഒക്കെ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. ആ സഹോദരൻ പറഞ്ഞു, നിനക്ക് ഇത്രയും പൈസയൊക്കെ മുടക്കി ഇത് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നല്ലോ. വലിയ സന്തോഷത്തോടു കൂടി അവരെ സ്വീകരിച്ചു. ആ മൈക്കിളിൻ്റെ ഭാര്യ പറഞ്ഞു, നമുക്ക് ഇന്ന് തന്നെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ അത് വിരിക്കണം. മാസ്റ്റർ ബെഡ്റൂമിൽ അത് വിരിച്ചു. അവരറിയുന്നില്ല. ആ സഹോദരി, ആ പ്രിയപ്പെട്ടവൻ, കുഞ്ഞുങ്ങൾ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നവരാ. ആ സഹോദരി വിമൻസിൻ്റെ ഇടയിൽ നല്ലവണ്ണം പ്രവർത്തിക്കുന്ന, അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവന്ന് അവരോട് സംസാരിക്കുന്ന, അവരോട് ആലോചന പറയുന്ന, അവരെ ഗൈഡൻസ് കൊടുക്കുന്ന, സ്പിരിച്വൽ വിഷൻസ് ഉള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട സഹോദരി. പ്രിയപ്പെട്ടവനാണെങ്കിൽ മൈക്കിൾ എഴുന്നേറ്റ് നിന്ന് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേർഡ് ഓഫ് നോളജ് ഉണ്ടാകും, റെവലേഷൻസ് ഉണ്ടാകും. ഈ വചനം ആരോടാണ് സംസാരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടും. അവരോട് അത് കറക്റ്റായിട്ട് സംസാരിക്കും, ഇങ്ങനെ കൺവേ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഇത് വിരിച്ച അന്ന് രാത്രി മുതൽ പെതിയെ വിഷൻസ് ഡൗണായി, സംഗതികളൊക്കെ മാറിയെന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങളെയും പിശാച് വിട്ടില്ല. ഒരു മോനെ കൊയറിൽ പാടിക്കൊണ്ടിരിക്കുക, അവന് പാടാൻ മനസ്സില്ല, അവൻ പതുക്കെ ബാക്ക് ഔട്ടായി. ഒരു ദിവസം കൊണ്ടല്ല, ചില ആഴ്ച കൊണ്ട്
പതുക്കെ പുറകോട്ട് മാറി. രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഞാൻ ഇനി മുതൽ സൺഡേ സ്കൂളിൽ പോകത്തില്ല, അവൻ വീട്ടിലിരിക്കും. മൂന്നാമത്തവൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, നല്ലവണ്ണം പ്രാർത്ഥിക്കുന്നൊരു കുഞ്ഞായിരുന്നു, 9 വയസ്സുള്ള കുഞ്ഞ്. ഞാനിനിയും പ്രാർത്ഥിക്കുന്നില്ല, പ്രാർത്ഥിക്കാണ്ടിരിക്കുമ്പോൾ എനിക്ക് ദൈവം കേൾക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഞാനിനിയും പ്രാർത്ഥിക്കുന്നില്ല. അത് കഴിഞ്ഞു. കുടുംബം മുഴുവൻ ലോക്കായി. നാട്ടുകാർ കാണാൻ തുടങ്ങി, അവർ പറയാൻ തുടങ്ങി, എന്നെ പറ്റി ഇവർക്ക് നല്ല മനോഹരമായിട്ട് കർത്താവിന് വേണ്ടി തടിച്ച് കയറി വന്നൊരു കുടുംബമാണല്ലോ, ഇവർക്ക് എന്നെ പറ്റി, ഇവർക്ക് എന്ത് പറ്റി? അവരും ചിന്തിച്ചു, ഞങ്ങൾക്ക് എന്തോ പറ്റി. കർത്താവേ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. നമ്മൾ പറഞ്ഞ പോലെ 3 ദിവസം ഇരുന്നു, 7 ദിവസം ഇരുന്നു, 21 ദിവസം ഇരുന്നു. ദൈവദാസന്മാരെ മാറി മാറിക്കൊണ്ടുവന്ന് ശുശ്രൂഷിച്ചു. പിടികിട്ടിയില്ല. അത്രയ്ക്ക് കടുങ്കട്ടാ കെട്ടിയിരിക്കുന്നത്, കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും വന്ന് പറഞ്ഞു, ദൈവം വിടുവിക്കും, ദൈവം കൂടെ ഉണ്ട്, ദൈവം സഹായിക്കും. പക്ഷെ യാതൊരു രക്ഷയില്ല, അനങ്ങുന്നില്ല. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ദൈവസന്നിധിയിൽ അവർ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കുറെ നാളുകൾ ഇങ്ങനെ പോയി. 4 വർഷങ്ങൾ പിന്നിട്ടു. ദൈവം സംസാരിക്കുന്നില്ല, വെളിപ്പാടുകളില്ല, സ്വപ്നമില്ല, ആലോചനയില്ല, ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അവസാനം വളരെ ദുഃഖത്തിലായി, പ്രയാസത്തിലായി. ഒരു ദിവസം ദൈവം തന്നെ ഒരു വഴി തുറന്നു. ഇവരുടെ വീട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ള വഴികൾ ദൈവം തുറന്നു. അവർ ആ വീട് മാറി മറ്റൊരിടത്തേക്ക് പോവാം. സ്തോത്രം. ഒരു പ്രോവിൻസിൽ നിന്ന് മറ്റൊരു പ്രോവിൻസിലേക്ക് യാത്ര ചെയ്ത് വേണം, മൈലുകൾ ദൂരെ യാത്ര ചെയ്ത് പോകണം. അപ്പം ഈ വാരിക്കെട്ടി എല്ലാം കൂടെ കൊണ്ടുപോയ കൂട്ടത്തിൽ അവർക്ക് നല്ല ആഗ്രഹമുണ്ട്, തൻ്റെ സിസ്റ്റർ തന്നതായ ഈ വിലയേറിയ സാധനം കൂടെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആ പാക്കറ്റ് മാത്രം വണ്ടിക്ക് അത് കയറുകയല്ല, ബാക്കിയെല്ലാം കയറ്റി, ഒരുമാതിരി വേണ്ടിയതെല്ലാം കയറ്റി, ഇത് മാത്രം കയറത്തില്ല, അതിന് സ്ഥലമില്ല. അവസാനം ഓക്കെ, അതിനും പോട്ടെ എന്ന് വിചാരിച്ച് മനസ്സില്ലാ മനസ്സോടെ വേദനയോടെ കളഞ്ഞു. ഇന്ന് രാത്രി അവർ യാത്ര ചെയ്തു, അവരറിയുന്നില്ല. യാത്ര ചെയ്ത് അവരുടെ പുതിയ സ്ഥലത്ത് വന്നു, അവിടെ താമസിച്ചു. അന്ന് രാത്രി വന്നു, പുതിയൊരു ബ്ലാങ്കറ്റ് വാങ്ങിച്ചു, അത് വിരിച്ചു. അന്ന് രാത്രി അവിടെ കിടന്നു. അന്ന് രാത്രി ഒരു വിഷൻ അവർ കണ്ടു. സാധാരണഗതിക്ക് രാത്രി കണ്ടുകൊണ്ടിരുന്നത് ഭൂതങ്ങൾ വന്ന് കാലെ പിടിച്ച് വലിക്കുന്നു, ആരോ ബെഡിൻ്റെ അടുത്ത് നിൽക്കുന്നു, ഭീകര രൂപങ്ങളൊക്കെ നിൽക്കുന്നു. ഇതൊക്കെ അവർ കണ്ടുകൊണ്ടിരുന്ന ദർശനങ്ങൾ. പക്ഷെ അന്ന് രാത്രി അവർ കണ്ടു, ഇരുട്ടിനകത്തു നിന്ന് വെളിച്ചം കീറി മുറിച്ചവരുടെ മേലേക്ക് കടന്നു വരുന്നു. അന്ന് മുതൽ ദൈവിക ശബ്ദങ്ങൾ അവർ കേൾക്കാൻ തുടങ്ങി, ദൈവവചനം അവർക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. സ്തോത്രം. പതിയെ അന്തരീക്ഷം മാറി. മാനസികമായ രോഗത്തിന് മരുന്ന് കഴിച്ചു കൊണ്ടിരുന്നതായ ഒരു മകൻ അത് മരുന്നൊക്കെ നിർത്തി, ഫ്രീ ആയി, പതുക്കെ റിലീഫായി. സ്തോത്രം. ഇനിയും മേലാൽ ഞാൻ പാട്ടും പാടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവൻ പതുക്കെ അടുത്തുണ്ടായിരുന്നൊരു ചർച്ചിൽ പോയി അവിടുത്തെ കൊയറിനകത്ത് വേഗം അധികം താമസിയാതെ അതിനകത്തൊരു മെമ്പറായി അവൻ പാടാൻ തുടങ്ങി. പണ്ടത്തേതിനേക്കാൾ നല്ല ഉത്സാഹത്തോടെ അവൻ പ്രയോജനപ്പെടാൻ തുടങ്ങി. പതിയെ കാര്യങ്ങൾ മാറാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇനിയും എനിക്ക് യാതൊരു ശുശ്രൂഷയുമില്ല, എൻ്റെ വിളിയൊന്നുമില്ല, ആയിരിക്കത്തില്ല എന്ന് പറഞ്ഞിരുന്ന മൈക്കിൾ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ദിവസം ഒരു മീറ്റിങ്ങിന് കടന്നു ചെന്നിരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു വ്യക്തിയിലേക്കുള്ള ആലോചന ബൈബിളിൽ നിന്ന് വെളിപ്പെട്ടു വന്നു. അദ്ദേഹം അത് വിളിച്ചു പറഞ്ഞു. അത് കൃത്യമായിരുന്നു. അന്ന് മുതൽ അദ്ദേഹത്തിനെ കേട്ടഴിഞ്ഞു. ആ പ്രിയ സഹോദരിയുടെ അടുക്കലേക്ക് അനേകർ പ്രാർത്ഥിക്കാൻ പതിയെ വരാൻ തുടങ്ങി. കാര്യങ്ങൾ മാറി മറിഞ്ഞു. സ്തോത്രം. പണ്ടുണ്ടായിരുന്നതിനേക്കാൾ മെച്ചമായ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിലേക്ക് അവർ മടങ്ങി വന്നു. ഇങ്ങനിരിക്കുമ്പോൾ ഇത് തിരിച്ചടിച്ചു നമ്മുടെ ആൻറ്റിക്ക്. ഹല്ലേലൂയ. ആൻ എന്ന് പറയുന്ന സിസ്റ്റർ ആൻ സെലസ്റ്റിൻ, അവർക്ക് ഈ പിശാച് തിരിച്ചു നിന്നടിച്ചു. അവരെ രോഗിയായി ആശുപത്രി കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഒരു പ്രശ്നവും ഞങ്ങൾ കാണുന്നില്ല, നിനക്കൊരു കുഴപ്പമില്ല, വീട്ടിൽ പോകാൻ പറഞ്ഞു. അവരവിടെ കിടക്കുമ്പോൾ അവർക്ക് മനസ്സിലായി, ഞാൻ സിങ്കിങ് ബെഡില്ല, മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായി സഹോദരനെ വിളിപ്പിച്ചു. സഹോദരൻ ഓടിച്ചെന്നു, മരിക്കാൻ തുടങ്ങുക, അല്ലെങ്കിൽ കഷ്ടത്തിരിക്കുക, എന്തോ ചെയ്യേണ്ടെന്ന് അറിയത്തില്ല, എന്താ അസുഖമെന്ന് പോലും അറിയത്തില്ല, ഡയഗ്നൈസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇത് മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവിടെ നിന്നുകൊണ്ട് അവർ പറഞ്ഞു, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ ഒരു വല്ലാത്ത പ്രവൃത്തി ചെയ്തു, ഞാനത് നിന്നോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്നുമല്ല, നിന്നെയും കുടുംബത്തെയും നശിപ്പിക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ
ചിലരെ കൂട്ടുകെട്ടി ബന്ധിച്ചതാണ്. അവർ ഞെട്ടിപ്പോയി. ഞങ്ങളെ സ്നേഹിക്കുന്ന ആൻറ്റി നിങ്ങളിങ്ങനെ ചെയ്തോ? എന്താ ഇത് ചെയ്യാൻ കാര്യം? എന്നെ പറഞ്ഞു, മോനെ അത് വേറൊന്നും കൊണ്ടല്ല, എനിക്കൊരു അസൂയ തോന്നിയത് കൊണ്ടാണ്. ആ അസൂയ പിശാച് മുതലെടുത്തു, എന്നെ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചു. ഹല്ലേലൂയ. പക്ഷേ അവർക്ക് അതിൽ നിന്ന് ആ ദൈവസന്നിധിയിൽ അവർ ഏറ്റു പറഞ്ഞു കാണും. അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ ആ രോഗത്തോടു കൂടി അവർ ലോകത്തിൽ നിന്ന് മാറി വിട പറഞ്ഞു. സ്തോത്രം. ഈ രൂത്ത് എന്ന് പറയുന്ന വിച്ചിനെ ദൈവം പിടിച്ചു. ദൈവാത്മാവരെ തൊട്ടു. മുന്നോട്ട് പോകാൻ വഴിയില്ലാത്ത വന്നു. ദൈവാത്മാവരെ പുറത്തു കൊണ്ടുവന്നു. ആ ഭൂതങ്ങളിൽ നിന്ന് ദൈവം അവരെ സ്വതന്ത്രമാക്കി. എന്നിട്ട് കർത്താവ് അവരോട് പറഞ്ഞു, നീ അനേക ചർച്ചുകളെ ഉടച്ചു, നീ അനേക ദൈവദാസന്മാരെ നശിപ്പിച്ചു. അതുകൊണ്ട് നീ അതിൻ്റെ സാക്ഷ്യം വിളിച്ചു പറയണം ലോകത്തോട്. ഞാനിതെല്ലാം കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. ആമേൻ. ഇത് നീ തുറന്നു പറഞ്ഞ് അവർ രക്ഷ പ്രാപിക്കട്ടെ, അവർ പ്രാർത്ഥിക്കട്ടെ, അവർ ജയമെടുക്കട്ടെ. പ്രിയരെ, സാധാന്യ മേഖലയ്ക്ക് അറിയാം, വളരെ വ്യക്തമാണ്, കൃത്യമായിട്ട് അവർ പ്രവർത്തിക്കുന്നേ, വളരെ കൃത്യമായി പ്രിസൈസായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പരിശുദ്ധാത്മാവുണ്ടെന്ന് പറയുന്ന നാം വളരെ കൃത്യതയിലേക്ക് കടന്നു വരണം. നമ്മുടെ കാഴ്ചപ്പാടുകളൊന്ന് തുറന്നു വരുവാനായി നമ്മൾ പ്രാർത്ഥിക്കണം. ആമേൻ. ഒരു വചനഭാഗത്തിലേക്ക് ഞാൻ ഓടി വരുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കണം. 1 Samuel chapter 15 verse 22 onwards. വായിക്കാം. 15:22. ശമൂവേൽ പറഞ്ഞത് യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഖനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാളും നല്ലത്. മത്സരം ആഭിചാരദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെ ഇരിക്കുന്നു. നീ യഹോവയുടെ വചനത്തെ സ്തോത്രം. ആമേൻ. ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവ് എന്ത് ചെയ്തെന്നാ ദൈവം പറയുന്നത്? നീ വിഗ്രഹാരാധന ചെയ്തു, നീ മിഥ്യാപൂജ ചെയ്തു. ആമേൻ. നീ വല്ലാത്ത പ്രവൃത്തി ചെയ്തിരിക്കുന്നു എൻ്റെ മുമ്പിൽ. അവൻ പറയുന്നു, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല എൻ്റെ പൊന്നപ്പോ, ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ കർത്താവ് അങ്ങനെ തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. അവനെ വിഗ്രഹത്തെ ആരാധിച്ചതായിട്ടും ഈ പൈശാചിക ഭൂതങ്ങളെ ആരാധിച്ചതായിട്ടും ദൈവം കണക്കിടുകയാണ്. എന്തുകൊണ്ട്? അവൻ്റെ ഉള്ളിൽ ദൈവത്തെ അനുസരിക്കാൻ കഴിയാതെ ഒരു മത്സരഭാവം, അതിന് പിശാച് അങ്ങനെ ഡൈവേർട്ട് ചെയ്തു. മാത്രമല്ല, ഒരസൂയ അവൻ്റെ ഹൃദയത്തിൽ കയറി. നമുക്കറിയാം, ദാവീദിന് വിരോധമായി ആ അസൂയയിലൂടെ അവനിലും പിശാച് കയറി, അവൻ്റെ ജീവിതവും നഷ്ടപ്പെട്ടു. ഏറ്റവും ഒടുവിൽ ആ പുസ്തകം അവസാനിക്കുമ്പോൾ 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ച, 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ ചാപ്റ്റർ മുഴുവൻ, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനത് ഒറ്റയടിക്ക് പറഞ്ഞാൽ നമ്മൾ വായിച്ചു നോക്കി അറിയാം. 28th ചാപ്റ്റർ. അവൻ രാജാവായിരുന്നപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, നീ ദേശത്ത് ഉള്ള വെളിച്ചപ്പാടത്തിമാരെയും ലക്ഷണം പറയുന്നവരെയും പൈശാചി ആരാധകന്മാരെയും മുഴുവൻ നീക്കം ചെയ്യണം. എന്നാൽ ഊറീം കൊണ്ടോ തുമ്മീം കൊണ്ടോ ദൈവത്തിൻ്റെ ദാസന്മാരായ ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ കൊണ്ടോ ദൈവനോട് സംസാരിക്കാതെ ദൈവനെ തള്ളിക്കളഞ്ഞപ്പോൾ അവൻ ആദ്യം പോയത് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെളിച്ചപ്പാടത്തിയുടെ അടുക്കലേക്ക്, ഡിവൈനേഷൻ ചെയ്യുന്ന വ്യക്തിയുടെ അടുക്കലേക്ക്, ലക്ഷണം പറയുന്നവൻ്റെ അടുക്കലേക്ക്. എന്താ കാര്യം? സെയിം ആത്മാവ് കൊട്ടാരത്തിൽ ഇരുന്നപ്പോഴേ, പണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴും പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവനറിയാതെ അവൻ്റെ ഹൃദയത്തെ കൈവശമാക്കിയ ഒരു ദുരാത്മാവുണ്ടായിരുന്നു. അത് അവൻ്റെ സ്വഭാവത്തിനകത്തൂടെ കയറിയേ തിരിച്ചറിഞ്ഞില്ല. ഇത് അവനെ അവിടെ കൊണ്ടുപോയി വെളിച്ചപ്പാടത്തി അടുക്കൽ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിച്ചു. പിറ്റേ ദിവസം ഗിൽബോവ പർവ്വതത്തിൽ ഒരു വാളിൻ്റെ മുകളിൽ വീണവൻ മരിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അവൻ്റെ അന്ത്യം അങ്ങനെ ആകേണ്ടതായിരുന്നില്ല. അവൻ ഏറ്റവും ഉന്നതനായി അനുഗ്രഹിക്കപ്പെട്ടവനായി തീരേണ്ടവനായിരുന്നു. അവൻ്റെ മേൽ അഭിഷേകം വന്നിട്ട് അവൻ പ്രവചിച്ചവനായിരുന്നു. പലവട്ടം അവൻ പ്രവചിച്ചതായി തിരുവചനം വായിക്കുന്നു. അവനെ ഗൈഡ് ചെയ്യാൻ പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. പുതിയൊരു ഹൃദയം ദൈവം കൊടുത്തിരുന്നതായിരുന്നു. ഹല്ലേലൂയ. ഇതെല്ലാം കാറ്റിൽ പറത്തി പരിശുദ്ധാത്മാവിൻ്റെ പുറകെ വരുമെന്ന് ചിന്തിക്കുന്നത് പോലെ, ദൈവം എൻ്റെ പുറകെ വന്നോളും എന്ന് ചിന്തിക്കുന്നത് പോലെ
ആമേൻ. അവൻ്റെ സമയത്തെ അവൻ്റെ ഏകാഗ്രതയും എല്ലാം പിശാചിന് കൈമാറ്റം ചെയ്തുകൊണ്ട് അവനറിയാതെ അവനിൽ വ്യാപരിച്ച ആ നിഗളത്തിനകത്തൂടെ, ആ മത്സരത്തിനകത്തൂടെ, ആമേൻ, ആ കണ്ണുകടിക്കകത്തൂടെ വ്യാപരിച്ച ദുരാത്മാവ് അവനെ നശിപ്പിച്ച് കളഞ്ഞു. വിളി എത്ര വലുതാണെങ്കിലും, എത്ര കൃപയുണ്ടെങ്കിലും, എത്ര കൃപാവരങ്ങൾ വ്യാപരിച്ചാലും ഏറ്റവും അടുവിൽ ഒന്നുമല്ലാത്തവനെ പോലെ അവനെ ആക്കി കളഞ്ഞു. എന്നാൽ ദാവീദിനെ ഒന്ന് ശ്രദ്ധിച്ചേ. ഇതേ രാജ്യത്ത് നിന്നല്ലേ അവനും വന്നേ. സ്തോത്രം, ഹല്ലേലൂയ. ഒന്നുമല്ലെങ്കിൽ ശൗല ഒരു നല്ല കുടുംബത്തിൽ നിന്ന് വന്നതാണ്. ശൗല ഒരു നല്ല കുടുംബത്തിൽ നിന്ന് വന്ന, അവൻ്റെ കുടുംബം ഒരല്പം താണതാണെന്ന് മാത്രമേ ഉള്ളൂ മറ്റുള്ള ഗോത്രങ്ങളിൽ നിന്ന്. പക്ഷെ അവൻ്റെ കുടുംബം ബ്ലെസ്ഡ് ആയിട്ടൊരു കുടുംബമാണ്. ഒരു ശാപം അവൻ്റെ കുടുംബത്തിൽ വീണിട്ടില്ല. തലമുറയായി അനുഗ്രഹിക്കപ്പെട്ടവനാ. ഷന്നായെ പോലെ കടിച്ചു കയറാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്ന ആത്മീയ ശൗര്യമുള്ളവനാ. അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാ. അവനൊരിക്കലും യാചിച്ച് നിൽക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അവൻ്റെ വീട്ടിലൊരു നന്മയും ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. സ്തോത്രം. എല്ലാവരുടെയും മുമ്പിൽ മാന്യനായി തീരേണ്ടവനാ. അവനെയാണ് അവൻ്റെ ജീവിതത്തിൻ്റെ വൈകല്യം കൊണ്ട് ദൈവം തട്ടിക്കളഞ്ഞു. എന്നിട്ട് ദാവീദിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ദാവീദ് ആരാന്നറിയാവോ? ശരിക്കും പറഞ്ഞാൽ ചരിത്രം പഠിച്ചു നോക്കിയാൽ ഇങ്ങനെയാണ് വേദശാസ്ത്രികൾ പറയുന്നത്. ഞാൻ പലയിടത്തും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതും ദാവീദിന്റെ ജനനം പോലും ശരിയല്ലായിരുന്നു. അവൻ്റെ അമ്മ വേറെ ഒരു സ്ത്രീ ആയിരുന്നു. അവൻ്റെ അപ്പൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ബോവസിന്റെ വംശാവലിയിലാണ് ഇവരെല്ലാം കടന്നു വരുന്നത്. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആമേൻ, സ്തോത്രം, ഇശായിയുടെ കുറ്റിയിൽ നിന്ന് കർത്താവ് വെളിപ്പെട്ട് വരേണ്ടതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തൊരു കുടുംബമായിരുന്നു. പക്ഷേ ദാവീദ് ജനിച്ചത് ശരിയല്ലാത്തൊരു വഴിയിലൂടെയാണ്. അതുകൊണ്ട് അവനെക്കുറിച്ച് ആളുകൾ കഥ പറയാൻ തുടങ്ങി, നാട്ടുകാർ കഥയുണ്ടാക്കാൻ തുടങ്ങി. ഇവൻ ശരിയല്ല ജനിച്ചവനാ, ഇവൻ്റെ അമ്മ ശരിയല്ല, വേറെ എങ്ങാണ്ടൊന്ന് വന്നതാ, എങ്ങാണ്ടൊന്ന് കിട്ടിയതാ ഇവനെ. അങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ അവൻ്റെ വീട്ടിൽ അവൻ നിൽക്കാൻ വയ്യാതായി. അവൻ്റെ സഹോദരൻ്റെ മുമ്പിൽ അവിടെ നിൽക്കാൻ വയ്യാതായി. അവനെക്കുറിച്ച് അപ്പൻ വിചാരിച്ചു, ഇവനെ വെച്ചുകൊണ്ടിരുന്നാലും പറ്റത്തില്ല, ഇവനെ കൊല്ലാനും പറ്റത്തില്ല. അതുകൊണ്ട് ഒരു വലിയ കഠിനപ്പണി അവന് കൊടുത്തു. കാട്ടിൽ, ആമേൻ, അപ്പൻ്റെ ആടുകളെ മേയ്ക്കാനായിട്ട് പോട്ടെ. വല്ല ദുഷ്ടമൃഗം തിന്നുന്നെങ്കിൽ തിന്നട്ടെ, അവൻ തീർന്നു പോട്ടെ. കാരണം കഥ അതും കൊണ്ട് തീരുമല്ലോ, നാണംകേട് ഒഴിവാകുമല്ലോ. അതുകൊണ്ട് ദാവീദ് പറഞ്ഞൊരു പാട്ടുണ്ട്, എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. നല്ല കുടുംബത്തിലുണ്ടായിരുന്ന ഒരുവന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് മത്സരിച്ചത് കൊണ്ട് ഭൂതം കയറി ഏറ്റവും ഒടുവിൽ അവൻ നശിച്ചു പോയെങ്കിൽ, ഒന്നുമല്ലാതെ വെളിമ്പ്രദേശത്ത് കിടന്നവൻ ഇപ്പം ചാവും നാളെ ചാകും എന്നും പറഞ്ഞുകൊണ്ട് ദുഷ്ടമൃഗമാണോ, ആരാ ചാടി വീഴാൻ പോകുന്നത് അറിയില്ല, എപ്പോഴാ പിടിക്കുന്നത് അറിയില്ല. പക്ഷേ അവനെ ദൈവത്തിൻ്റെ കരുണ അവൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദാസനെ ശമൂവേൽ പ്രവാചകനെ അവൻ്റെ വീട്ടിലേക്ക് അയച്ചു. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ മക്കൾ എല്ലാവരും ആയോ? ഇല്ല, ഒരുത്തനൂടെ ഉണ്ട്, കൊണ്ടുപോ അവനെ, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കുകയില്ല. സ്തോത്രം. ആളയച്ച് അവനെ വിളിച്ചുകൊണ്ട് വരുന്നത് വരെ തൈലക്കൊമ്പം പിടിച്ചുകൊണ്ട് പ്രവാചകൻ നിൽക്കുക, നിൻ്റെ മേൽ ഒഴിക്കുമെന്നും പറഞ്ഞ്. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. സ്തോത്രം. ശ്രേഷ്ഠമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ കുലഹീനമായി നികൃഷ്ടമായതിനെ ദൈവം തിരഞ്ഞെടുത്തു. അങ്ങനെയാണ് സ്തോത്രം ദാവീദ് പുറത്തു വന്നത്. അവൻ്റെ തലയിലേക്ക് വീഞ്ഞ് സ്തോത്രം തൈലക്കൊമ്പൊഴിച്ച് അവനെ അഭിഷേകം ചെയ്തു. തൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ മാന്യനായി അഭിഷേകം ചെയ്തു. അവൻ കാട്ടിലോട്ടാണ് പിന്നെ പോയതെങ്കിലും അവിടെ എല്ലാം വീര്യപ്രവർത്തികൾ ചെയ്തു. കൈ വെക്കുന്നിടത്ത് വിടുതൽ, കാല് ചവിട്ടുന്നിടത്ത് ദൈവപ്രവർത്തികൾ. സ്തോത്രം. അവന് പാടിയിട്ട് തീരുന്നില്ല, അവന് ദൈവത്തോട് നന്ദി പറഞ്ഞിട്ട് തീരുന്നില്ല. അവൻ പുതിയ പാട്ടുകൾ അവൻ എഴുതാൻ തുടങ്ങി, സംഗീത പ്രമാണിക്ക് അവൻ എഴുതി കൊടുക്കാൻ തുടങ്ങി. അവൻ്റെ ചരിത്രം മാറിപ്പോയി. ദൈവത്തെ ആരാധിക്കാൻ അവൻ തീരുമാനിച്ചു. എനിക്ക് കിട്ടുന്ന അവസരം മുഴുവൻ ദൈവത്തിൻ്റെ ആണെന്ന് അവൻ പറഞ്ഞു. ഹല്ലേലൂയ. അവനെ ഒതുക്കാൻ കഴിഞ്ഞ ഒരു ശക്തിയുമില്ലായിരുന്നു. ആമേൻ, 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 ഹല്ലേലൂയ. അവനെ പടിപടിയായി ദൈവം രാജസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. അവൻ തീരുമാനിച്ചു, എൻ്റെ രാജ്യത്ത് ആരാധന വേണം.
ദൈവത്തെ 24 മണിക്കൂറും ആരാധിക്കുന്ന ദൈവമക്കൾ, ദൈവദാസന്മാരുണ്ടാകട്ടെ. അതിനുവേണ്ടി കൂറുകളായി ഗണമായി കൊയേഴ്സിനെ നിയമിച്ചു. കൊയറുകൾ മാറി മാറി പാടാനായിട്ട് നിന്നു. ആമേൻ. ദൈവത്തെ വിവിധ പാട്ടുകൾ പാടി ആരാധിക്കാൻ പണം കൊടുത്ത് അവരെ ആക്കി വെച്ചു. സ്തോത്രം. എന്നിട്ടും തീർന്നില്ല. ആമേൻ. സ്തോത്രം. അവൻ പറഞ്ഞു, ഹല്ലേലൂയ, തലമുറ തലമുറയായി ഞങ്ങൾ കർത്താവിനെ ആരാധിക്കും. ദൈവത്തിൻ്റെ പെട്ടകത്തെ ഞങ്ങൾ കൊണ്ടുവരും. ദൈവാലയം ഞങ്ങൾ പണിയും. സ്തോത്രം. ആമേൻ. എത്രയും ചെറുതിൽ നിന്ന് തുടങ്ങി അഹങ്കരിച്ചു പോകാതെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചപ്പോൾ വെളിപ്പാടുകൾ തുറന്നു വന്നു. നമ്മുടെ കർത്താവിനെ കുറിച്ച് അവൻ കണ്ടു. വെളിപ്പാടുകൾ കണ്ട് ഒരു വ്യക്തിയെ കാണുന്നത് പോലെ കർത്താവിൻ്റെ ക്രൂശീകരണത്തെ വരെ അവൻ കണ്ടു. ഹല്ലേലൂയ. അവൻ പാട്ടുകൾ എഴുതി ദൈവത്തെ ആരാധിച്ചു. ആ പാട്ടുകളാണ് നമ്മെ ചൈതന്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദുഃഖത്തിൻ്റെ നാളുകളിൽ, താഴ്വരകളുടെ നടുവിൽ എൻ്റെ ദൈവമേ സങ്കീർത്തനത്തിൽ ആ ഭാഗങ്ങൾ എടുത്തു എന്ന് പറയുമ്പോൾ അതൊന്ന് വായിക്കുമ്പോൾ എന്താ അനുഗ്രഹമാണ്. കാര്യം എന്താണെന്നറിയാമോ? സ്തോത്രം. ആ കഷ്ടത്തിനകത്തൂടെ പോയതാ, എന്നിട്ടും ദൈവത്തെ തള്ളി പറഞ്ഞില്ല. സ്തോത്രം. അവനെ പരിശുദ്ധാത്മാവിനെ അവൻ ഉയർത്തിക്കൊണ്ടിരുന്നത് കൊണ്ട്, ആ ദൈവാത്മാവിനെ ഉയർത്തിയത് കൊണ്ട് ഒരു ചെറിയ തെറ്റ് പറ്റിയപ്പോഴും വിളിച്ചു പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവിനെ എന്നിൽ നടിക്കരുതേ, രക്ഷയുടെ സന്തോഷം എന്നിൽ നിന്ന് എടുത്തു കളയല്ലേ. സ്തോത്രം. നിത്യതയുടെ ഭാഗം എന്നിൽ നിന്ന് അടുത്ത് കളയല്ലേ. എൻ്റെ കർത്താവെ, എന്നോട് ക്ഷമിക്കണമേ. ദൈവത്തിൻ്റെ കൈ എൻ്റെ മേൽ വീണാലും സാരമില്ല, ഞാൻ തകർന്നു പോകല്ലേ കർത്താവേ എന്ന് പറഞ്ഞാൽ, എൻ്റെ നല്ല പ്രായത്തിൽ ഞാൻ ചത്തുപോണ്ടി വന്നാലും സാരമില്ല, എൻ്റെ കൃപ എന്നിൽ നിന്ന് എടുത്തു കളയല്ലേ. ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. വീഴ്ചകളെ ഒന്ന് മനസ്സിലാക്കണം. ആ വീഴ്ചകളാണ് പിശാച് കയറുന്ന പോർട്ടൽസ്. ആ പറഞ്ഞ വാക്കിനകത്തൂടെ പിശാച് കയറിയത്, ആ വൈരാഗ്യത്തിനകത്തൂടെ ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്ത് കൊടുത്തത് മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്. അതിനകത്തൂടെ അവൻ കയറി കളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. പ്രാർത്ഥനയുടെ എവിടെയെങ്കിലും ഒരു മിസ്സിങ് ഉണ്ടായെങ്കിൽ ആത്മാവിൽ തിരിച്ചറിയണം. ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഏതെങ്കിലും സുവനീറി പോലെ ഓരോ രാജ്യങ്ങൾ പോയി വിസിറ്റ് ചെയ്തിട്ട് മടങ്ങി വരുമ്പം അവിടുന്ന് കാണുന്ന സൂത്രങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ടുവെക്കും. സ്തോത്രം. മാർക്കറ്റിൽ കിട്ടുന്ന ഓരോ പിക്ചേഴ്സ് എല്ലാം കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവെക്കും. എൻ്റെ പൊന്നെ, പടം വരയ്ക്കുന്നതിന് ദൈവത്തിന് വിരോധമൊന്നുമില്ല. പക്ഷേ ഇതാർക്ക് സമർപ്പിച്ചതാണെന്ന് നിനക്ക് അറിയാൻ വയ്യായെങ്കിൽ നീ തന്നെത്താൻ വരച്ചത് കൊണ്ടും വെക്കുന്നത് നല്ലത്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അറിയാൻ വയ്യാത്തതിന് എൻ്റെ വീട്ടിനകത്തോട്ട് പ്രവേശിപ്പിക്കരുത്. അതുകൊണ്ടാണ് ദാവീദ് തൻ്റെ യുദ്ധം ചെയ്തപ്പോൾ, ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു, അവൻ അവരുടെ വിഗ്രഹങ്ങളെ അവിടെ ഇട്ടേച്ച് പോയി, വിതച്ചിട്ട് പോകുന്ന പോലെ. ദാവീദും കൂടെയുള്ളവരും പറഞ്ഞു, അതെടുത്ത് കത്തിക്കാൻ പറഞ്ഞു. ദാവീദ് തൻ്റെ കൂടെയുള്ളവരോട് ആജ്ഞാപിച്ചു, അവർ ഓരോന്നും പൊക്കിയെടുത്തു കൊണ്ടുവന്ന് കത്തിച്ച് കളഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. നാളുകളിൽ നിനക്ക് വെല്ലുവിളിയായി തീരാതിരിക്കണമെങ്കിൽ, അടുത്തത് നമ്മൾ വീണ്ടും വായിക്കുന്നത്, വീണ്ടും അവർ മടങ്ങി വന്നതാ. ബാൽ പെരാസിമിൽ വെച്ച് വെള്ളച്ചാട്ടം പോലെ ശത്രുവിനെ ഞാൻ തകർത്ത് കളഞ്ഞു എന്ന് പറഞ്ഞ് പാട്ടെഴുതിയതാ. പാട്ട് പാടി തീർന്നതിന് പുറകെ പോരാട്ടം വീണ്ടും അടിച്ചു. എന്താ കാര്യം? അവർ പറയുന്നത്, ഞങ്ങൾ ഇവിടെ സാധനം ഇട്ടിട്ടുണ്ട്, അത് കാണാനാ വന്നേ. ഞങ്ങളുടെ ദേവന്മാർ ഇവിടെ ഇട്ടിട്ടുണ്ട്, ഞങ്ങൾ വീണ്ടും വരും. പക്ഷെ അപ്പോഴത്തേക്കും ദാവീദ് അതിനെ മുഴുവൻ കത്തിച്ച് കളഞ്ഞിരുന്നു. അവസരം കൊടുക്കരുത് സാത്താന്, പിശാചിനും കൊടുക്കരുത്. അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. പ്രാർത്ഥിക്കട്ടെ. ഒരല്പസമയം നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ വീട്ടിനകത്ത്, നമ്മുടെ ശുശ്രൂഷയ്ക്കകത്ത്, നമ്മുടെ ഇടപാടുകൾക്കകത്ത് ഇഴഞ്ഞ് നുഴഞ്ഞ് കയറാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ഏത് സാധനം ഉണ്ടെങ്കിലും ഇന്ന് രാത്രി പിടിക്കപ്പെടും. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ കീഴടങ്ങട്ടെ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ മേൽ, അവരുടെ ആത്മീയതയുടെ മേൽ, കുടുംബത്തിൻ്റെ ബന്ധങ്ങളുടെ മേൽ, സ്തോത്രം, ഭാര്യാഭർത്തൃ ബന്ധത്തിനകത്ത്, ആമേൻ, ഏതെല്ലാം നിലയിൽക്കാണ് സാത്താൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിന് കാരണം എന്താ, അതെവിടെയാണ് പ്രവർത്തിച്ചത്, ഇത്യാദി കാര്യങ്ങൾ ആഴത്തിലൊന്ന് മനസ്സിലാക്കണം. അതിനുവേണ്ടി ചില മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ നിന്ന് മാറ്റിയിരിക്കണം. ചില ദിവസങ്ങൾ ഇരിക്കേണ്ടി വന്നാലും സാരമില്ല. ഇന്ന് രാത്രി മുതൽ പരിശുദ്ധാത്മാവ് പറയുന്നു, കർത്താവിന് വേണ്ടി അല്പസമയം കൊടുക്കുക. വെപ്രാളത്തിൽ ഇറങ്ങി ഓടിയിട്ട് കാര്യമില്ല. കണ്ണിക്കണ്ട മാസ്റ്റർമാരെയെല്ലാം വിളിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം കാര്യം നടക്കത്തില്ല. ദൈവദാസന്മാരെ വിളിക്കേണ്ടെന്നല്ല, പ്രവാചകന്മാരെ വിളിച്ചിട്ട് കാര്യമില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. സ്തോത്രം. ആമേൻ. കാര്യം മനസ്സിലാക്കി തിരിച്ചു പിടിക്കണമെങ്കിൽ അത് നമ്മൾ തന്നെ ദൈവസന്നിധിയിൽ ഇരുന്നേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ.
എൻ്റെ രഹസ്യത്തിൽ ഇതിനകത്തൂടെയാണ് കർത്താവേ അവൻ കയറി വന്നത്. അതിനെ ഞാൻ മനസ്സിലാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി മുതൽ ഞാൻ അതിനു വേണ്ടി ഒന്നിരിക്കാൻ തയ്യാറാണ്. ഇന്ന് രാത്രി മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം മടങ്ങി വരാൻ പോവാ. ഓ സ്തോത്രം, ഇരട്ടിയായി മടങ്ങി വരുമെന്ന് ദൈവാത്മാ പറയുക. നിന്റെ ശുശ്രൂഷകൾ മടങ്ങി വരാൻ പോകുകയാണ്. നിന്റെ തേജസ് മടങ്ങി വരാൻ പോകുകയാണ്. ഓ, നിന്റെ ഉയർച്ച മടങ്ങി വരാൻ പോകുകയാണ്. ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. യേശുവേ, സ്വർഗ്ഗീയ പിതാവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ക്ലോസ് ചെയ്യരുത് ആരും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ലൈവിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ചിലരുടെ ഉദരങ്ങളുടെ മേൽ പോരാടുന്ന ചില ശക്തികളെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. സ്തോത്രം. നീ അത് വെറും രോഗമായിട്ട് കരുതി മാറരുത്. അതിന് പിന്നിൽ ഒരു പൈശാചിക മേഖലയുണ്ട്. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ചിലരുടെ കിഡ്നിയിൽ മേൽ ശത്രു പിടിമുറുകിയിട്ടുണ്ട്. ആമേൻ. പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, നിന്നെ സൗഖ്യമാക്കുന്നത് ഡോക്ടറല്ല. നീ മരുന്നെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ ഒരു കാര്യം നടക്കുന്നില്ല. ഇതിന് പിന്നിൽ ഒരു ഇരുട്ടിൻ്റെ കരമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അത് കെട്ടടിയട്ടെ. ആമേൻ. മറ്റു ചിലരോട് പരിശുദ്ധാത്മാവ് പറയും, നീ വീട്ടിനകത്ത് വരുന്നത് വരെ വലിയ കുഴപ്പമില്ല. വീട്ടിൽ കയറി കഴിയുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷനാണ്. എന്തോ പറയണം, എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയത്തില്ല. ബോധമെടുത്ത് കളയുക. വേറെ ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നത് ഇങ്ങനെയാണ്. ആമേൻ. ചില വ്യക്തികളുമായി പറഞ്ഞൊത്തു വെച്ച ചില കാര്യങ്ങൾ പോലും മറന്നു പോകുന്നു. വെറും ബ്ലാങ്കായി തീരുന്നു. അത്യാവശ്യമുള്ള സമയത്ത് അവിടെ ചെല്ലുമ്പോൾ ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. അത്യാവശ്യമായിട്ട് പറയേണ്ട കാര്യമായിരുന്നു, വിട്ടുപോയി. അത് വലിയ വീഴ്ച ഉണ്ടാക്കി. അത് വലിയ പ്രശ്നങ്ങൾ ജീവിതത്തിനകത്ത് ഉണ്ടാക്കി. ആമേൻ. അങ്ങനെ അനുഭവിക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ മടങ്ങി വാ. ഓട്ടോമാറ്റിക്കായിട്ട് ആത്മീയ ജീവിതം ചെയ്യുമെന്ന് വിചാരിക്കരുത്, നടക്കത്തില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൻ്റെ ദൂത ദൈവത്തിൻ്റെ ആത്മാവിനെ കൈമാറുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മടങ്ങി വരുവാൻ ദൈവാത്മാ പറയുന്നു. എന്ത് ചെയ്താലും ഒരു പരുവത്തിൽ നിന്ന് അപ്പുറത്തോട്ട് പോകാൻ കഴിയുന്നില്ല. വേറെ ചിലർക്കാണെങ്കിൽ ആമൻ രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറക്കത്തിൽ നിന്ന് ആമൻ ചാടി എഴുന്നേക്കുന്നു. ആലറിക്കൊണ്ട് എഴുന്നേക്കുന്നു. സ്തോത്രം. സമാധാനമായിട്ട് ഉറങ്ങി പകുതിയാകുമ്പോൾ ആലറിക്കൊണ്ട് ചാടി എഴുന്നേക്കുന്നു. സ്തോത്രം. രാത്രിയിൽ സ്ഥിരമായി അങ്ങനെ ആലട്ടുന്ന വ്യാപാരങ്ങളുണ്ട്. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ നിന്ന് കയറി വന്നേ, ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ഇന്ന് രാത്രി മുതൽ വിടുതലിൻ്റെ രാത്രിയാണ്. സ്തോത്രം. ഒറ്റയടിക്ക് അത് പൊക്കിയെടുത്ത് കളയാമെന്നല്ല, നാം ഉണരുന്നതനുസരിച്ച് അത് പിന്മാറും. ഓ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന നിന്നുപോയ ചില വ്യക്തികളുണ്ട്. വെളിപ്പാടുകൾ നിന്നുപോയ ചില വ്യക്തികളുണ്ട്. ചിലരുടെ പേരുകൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞുകൊണ്ടിരുന്നു. ആ പേരുകൾ പോയിട്ട് ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല. ആമേൻ. പ്രാർത്ഥിക്കാൻ വാക്കുകൾ വായിൽ കിട്ടാത്ത ആൾക്കാരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ. ആമേൻ. ചൂട് പിടിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഒരു രോഗത്തിൻ്റെ കൂടായി ഇതിൻ്റെ വീടിനെ മാറ്റണമെന്ന ശത്രു പറയുന്നേ. പലതരത്തിലുള്ള രോഗങ്ങൾ ഒരേ സമയത്ത് അതിൻ്റെ വീട്ടിനകത്ത് അടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അനുഭവിക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രാവിലെ ഒരു രോഗം, ഉച്ചയ്ക്ക് വേറൊന്ന്, വൈകിട്ട് വേറൊന്ന്. ഇങ്ങനെ കാലാവസ്ഥ മാറുന്നത് പോലെ രോഗത്തിൽ മാറ്റം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ വ്യക്തിയിൽ വ്യാപരിക്കുന്ന പോരുകളുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഓന്തിൻ്റെ നിറം മാറുന്ന പോലെ, ആമേൻ, നിറം മാറിക്കൊണ്ടിരിക്കുന്ന പോലെ, ഷെയ്ഡ് മാറുന്നത് പോലെ യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സ്തോത്രം. ആമേൻ. രോഗത്തിൻ്റെ അനുഭവങ്ങൾ മാറുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഡോക്ടർമാർക്ക് ഇതൊരു അത്ഭുതമാണ്. അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഇതിന് പിന്നൊരു സ്പിരിറ്റ് ഉണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വാ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിലൊന്ന് പറഞ്ഞേ, ആത്മാവിലൊന്ന് പോരാടിക്കേ. എവിടേക്കോ കർത്താവ് കെട്ടുകൾ അഴിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ചിലത് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. നെഞ്ചത്തെ എന്തോ വലിച്ച് വരിഞ്ഞ് മുറുക്കിയതുപോലെ ശ്വാസം മുട്ടുന്ന ചില പ്രിയപ്പെട്ടവർ. സാധാരണ ശ്വാസം മുട്ടലല്ല. ആമേൻ, ആമേൻ, ആമേൻ. ഇത് രോഗമല്ല. ആമേൻ, ആമേൻ. ഏതോ വരിഞ്ഞ് മുറുക്കിയതുപോലെ എന്തോ വന്ന് നെഞ്ചത്ത് കയറി
ഇരിക്കുന്നത് പോലെ ഫീൽ ചെയ്ത് ചില പ്രിയപ്പെട്ടവരുണ്ട്. യേശുവിന്റെ നാമത്തിൽ ആമേൻ. എതിരെ വ്യാപരിക്കുന്ന എല്ലാ എൻചാന്റ്മെന്റുകളെയും, എല്ലാ മന്ത്രോച്ചാരണങ്ങളെയും, എല്ലാ പൈശാചിക മേഖലകളെയും വെട്ടുവാൻ ഇന്ന് രാത്രി എഴുന്നേൽക്കണം. ഇന്ന് രാത്രി മുതൽ വിടുതൽ വ്യാപരിക്കാനായി ശക്തമായി പ്രാർത്ഥിക്കണം. ആമേൻ. വിട്ടുകളയരുത്. നിന്റെ കുടുംബത്തിന്റെ മേൽ നശിപ്പിച്ച് കളയാൻ കടന്നു വരുന്നതിനെ ആത്മാവിൽ എഴുന്നേൽക്കട്ടെ, അതിനെ വെട്ടട്ടെ, പോരാടട്ടെ. ശൂന്യതകൾ വരുത്തുന്ന, ശാപങ്ങൾ വരുത്തുന്ന, നാശനഷ്ടങ്ങൾ വരുത്തുന്ന ആത്മാവേ വിട്ടുപോകട്ടെ. നിനക്ക് അല്പമേ ഉള്ളായിരുന്നു. ആ ചെറിയ കാര്യം പറയുമ്പോൾ തന്നെ ആശ്വാസം ഉണ്ടാകുമായിരുന്നു. കൃത്യമായ വചനം ഹൃദയത്തിനകത്ത് മുഴങ്ങുമായിരുന്നു. അത് നഷ്ടപ്പെട്ട് എത്ര നാളായി. സാരമില്ലെന്ന് വിചാരിക്കരുത്. ഇത് അവിടെ നിൽക്കത്തില്ല, അടുത്തതിലേക്ക് കയറി പിടിക്കും. വിട്ടുകളയരുത്. ഏൽപ്പിച്ച ആലോചന ചെറുതായിരുന്നു, പക്ഷെ അത് പറഞ്ഞാൽ കൃത്യമായിരുന്നു. അത് വിടുതലായിരുന്നു. അതിനെ ബ്ലോക്ക് ചെയ്തെങ്കിൽ അതിന് പിന്നിൽ ഒരു വലിയ കൂട്ടം സ്പിരിറ്റുകൾ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ഭയപ്പെടുകയല്ല, യുദ്ധത്തിനായി എഴുന്നേക്കട്ടെ, തയ്യാറെടുക്കട്ടെ, ഓരോന്നും ചെക്ക് ചെയ്യട്ടെ. പരിശുദ്ധാത്മാവ് ചിലരോട് ബലപ്പെടുത്തുകയാണ്. കാറ്റുപോത്തിന് തുല്യമായ ബലമുണ്ടെന്ന് ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞതുപോലെ വീണ്ടും പടവെട്ടി എഴുന്നേക്കാനായി, സടകുടഞ്ഞെഴുന്നേക്കാനായി, ഒരു സിംഹിയെ പോലെ തെളിഞ്ഞു നിൽക്കാനായി, ശോഭിക്കാനായി മടങ്ങി വരട്ടെ. ചിലത് നമ്മെ കണ്ട് ഓടിപ്പോകാൻ പോകുകയാണ്. ഹാലിൽ യേശുഗുരുവിന്റെ ദൈവം നമ്മോട് കൂടെയുണ്ട്. നാം പാടിയതുപോലെ അവൻ നമ്മുടെ മധ്യയെ തെളിഞ്ഞു നിൽക്കുന്നു. ആമേൻ. സ്തോത്രം. ഒരു ശത്രുവും നമ്മെ തൊടുകയില്ല. അവനെ അന്ധകാര മണ്ഡലങ്ങൾ വിട്ടുപോകും. അവൻ കുടുംബത്തെ കുളം തോണ്ടിച്ച വ്യാപാരങ്ങൾ, ആമൻ, ഭാര്യ ഭർത്താക്കന്മാരെ ചതറിച്ച പോരാട്ടങ്ങൾ, ആമൻ, കുഞ്ഞുങ്ങളെ നശിപ്പിച്ചു കളഞ്ഞ പോരാട്ടങ്ങൾ, വഴിയിൽ തലക്കെടുക്കുന്ന വ്യാപാരങ്ങൾ എല്ലാം പൊളിയട്ടെ. ഇന്ന് രാത്രി മുതൽ വിടുതൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുന്നു. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ വിട്ടുപോകുന്നു. ഈവിൾ പോർട്ടൽസുകൾ യേശുവിന്റെ നാമത്തിൽ ക്ലോസ് ചെയ്യുന്നു. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തിനകത്ത് പ്രാർത്ഥിച്ചാട്ട്. യേശുവേ, ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് കടന്നു വരുന്നു. നാഥ, ഞാൻ നിന്റെ പൈതലാണ്. അവിടുത്തെ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടതാണ്. അവിടുത്തെ എനിക്ക് വേണ്ടി പൊരുളിറക്കപ്പെട്ട കുഞ്ഞാടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവേ, എന്നെ സഹായിപ്പാൻ അവിടുന്ന് അല്ലാതെ മറ്റാരുമില്ല. ഇന്ന് രാത്രി എനിക്ക് മനസ്സിലാക്കി തരണേ. ഇന്ന് എൻ്റെ സ്വപ്നങ്ങളെ, ദർശനങ്ങളെ ഓപ്പൺ ചെയ്യണമേ. എൻ്റെ കർത്താവ്, എവിടുന്നാണത് പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കണേ. ഇരുട്ടിൽ തപ്പിത്തടയുന്നൊരു വ്യക്തിയായിട്ട് എനിക്ക് പോകണ്ട. പുകമറയ്ക്കകത്തിരിക്കുന്നൊരു വ്യക്തിയായിട്ടല്ല, വ്യക്തമായി സംസാരിക്കാൻ ഈ തലമുറയിൽ എന്നെ സഹായിക്കണമേ. എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആത്മീയ ഭൗതിക നന്മകൾ തിരിച്ചു തരണമേ. ഞാൻ എഴുന്നേൽക്കുന്നു. എൻ്റെ നന്മകൾ, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ കുടുംബം, എൻ്റെ തലമുറകൾ, എല്ലാ വിഷയത്തിനുമേലും ഒരു മടങ്ങി വരെ ഉണ്ടാകട്ടെ. ആമേൻ. കൂട്ടിക്കെട്ടിയ വ്യാപാരങ്ങൾ എല്ലാം അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എന്നെ വിടുവിക്കണമേ. കർത്താവേ, ദുഷ്ടൻ്റെ പോർട്ടലുകളെ ഞങ്ങൾ അടയ്ക്കുന്നു. എൻ്റെ സ്വഭാവത്തിനകത്തൂടെ ആണോ അപ്പാ ഞാനതിനെ വിവേചിക്കുന്നു. എൻ്റെ പോഷകങ്ങളെ എന്നോട് ക്ഷമിക്കണേ. കർത്താവെ, അങ്ങ് വിളിച്ചപ്പോൾ ഞാൻ ഉത്തരം പറയാതിരുന്നത്, മടി അലസതയും കാണിച്ചത്, മത്സരം കാണിച്ചത്, ദൈവത്തോടും ദൈവത്തിൻ്റെ വചനത്തോടും ദൈവ പദ്ധതികളോടും മത്സരിച്ചത് ഒക്കെ എന്നോട് ക്ഷമിക്കണേ. കർത്താവെ, ഹല്ലേലൂയ, മയക്കങ്ങൾ വന്നുപോയത് എന്നോട് ക്ഷമിക്കണമേ. സാരമില്ലെന്ന് ചിന്തിച്ചത്, ലോകമയത്വം വന്നതെല്ലാം എന്നോട് ക്ഷമിക്കണമേ കർത്താവെ. സ്തോത്രം. ആമേൻ. ജലസി ഉണ്ടായത്, അസൂയ ഉണ്ടായത് എന്നോട് ക്ഷമിക്കണേ. പക വന്നത് എന്നോട് ക്ഷമിക്കണമേ കർത്താവെ. ഒരു ദാവീദിനെ പോലെ ഒന്നുമല്ലെങ്കിലും ആമേൻ, അവൻ ആരുമല്ലായിരുന്നെങ്കിലും ദൈവം അവനെ ഉന്നതങ്ങളിൽ കൊണ്ടുവന്നതുപോലെ എന്നെ മടക്കി കൊണ്ടുവരണമേ. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഈ പ്രാർത്ഥന. കർത്താവെ, ജനത്തിന് അനുഗ്രഹമാക്കണം. കർത്താവിൻ്റെ ദാസന്മാരാകുന്ന ഞങ്ങൾ ഒരുമിച്ച് ചേർന്നവരെ ബ്ലസ് ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.